ആ എന്തായി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? ആ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി ജാസ്മിന്റെ കയ്യിൽ മെഹന്തി ഇടണം. എന്നാ പിന്നെ അത് നടക്കട്ടെ. എന്റെ കയ്യില് പാർവതി മെഹന്തി ഇട്ട് തന്നാ മതി. എന്നാ പാർവതി തന്നെ ജാസ്മിനെ മെഹന്തി ഇട്ട് കൊടുത്തു. അല്ല, ഞാൻ വിശാൽ സർ, എനിക്കതൊന്നും വലിയ വശമൊന്നുമില്ല. അല്ല, എന്നാ ഞാനിട്ട് കൊടുത്താലോ? വേണ്ട, ഗാർഗി മൈലാഞ്ചി ഇടണ്ട. അതെന്താ ഞാൻ നിനക്ക് മൈലാഞ്ചിട്ടാ? അതെ, എന്റെ കല്യാണം മുന്നിൽ നിന്ന് നടത്തുന്നത് വിശാലും പാർവതിയും കൂടിയാണ്, അതറിയാലോ. അപ്പോ ഒന്നുകിൽ പാർവതി എന്റെ കയ്യിൽ മെഹന്തി ഇട്ട് തരണം, അല്ലെങ്കിൽ വിശാൽ ഇട്ട് തരണം. ഞാനോ? എനിക്ക് ഈ മെഹന്തി ഇട്ട് കൊടുത്ത ശീലമൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ പാർവതിക്ക് ഇട്ട് കൊടുക്കാം. വേണ്ട, പാർവതിക്ക് വേണമെങ്കിൽ ഗാർഗി മൈലാഞ്ചി ഇരട്ടെ. ഗാർഗിക്ക് സ്റ്റൈലായിട്ട് മൈലാഞ്ചി അണിയിക്കാൻ അറിയാലോ. എനിക്ക് വിശാൽ മെഹന്തി അണിയിച്ചാൽ മതി. എന്താ വിശാൽ, അത് ഓക്കെ അല്ലേ? അതെന്താ, എന്റെ കയ്യിൽ മൈലാഞ്ചി അണിയിക്കാൻ വിശാലിന് പ്രയാസമുണ്ടോ? അല്ല, ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യുന്നതല്ലേ നല്ലത്. ാണോ പാർവതി നീ കരുതുന്നത്? മറ്റൊരാളുടെ ഭാര്യയാവുന്നാണോ നീ പ്രതീക്ഷിക്കുന്നത്? പാർവതി, ഞാൻ എവിടെയും പോകുന്നില്ല. വിശാലിൻ്റെ ഭാര്യയായി, ഈ വീട്ടിലെ മരുമകളായി ഇവിടെ തന്നെ വരും. ഈ വീട്ടിൽ നിന്നും, വിശാലിൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞു പോകാൻ പോകുന്നത് നീയാ. ആ മെഹന്തി എടുത്ത് സാറിന്റെ കയ്യിൽ കൊടുത്തോളൂ.
ജാസ്മിൻ, നീ ഇവിടെ തന്നെ ഇരിക്കുകയാണോ? താഴേക്ക് വരുന്നില്ലേ? ഓ, ഞാനിപ്പോ താഴേക്ക് വന്നിട്ട് എന്തിന്? അതുമല്ല. എടി, നീ കല്യാണ പെണ്ണാ? ആ, നീ ഇങ്ങനെ മുറിയിൽ ചടഞ്ഞ് ഓടി ഇരിക്കാൻ പോവാണോ? അവിടെ എല്ലാവരും നിന്നെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ആ, ഞാൻ വന്നോളാം. അതെന്താ ജാസ്മിൻ, നിനക്കൊരു താല്പര്യക്കുറവ് പോലെ? എന്തുപറ്റി? പറയ് ജാസ്മിൻ, എന്തുപറ്റി? ഞാൻ പ്രതീക്ഷ പോലെയൊന്നും അല്ല കാര്യങ്ങള്. എന്നുവെച്ചാ? എന്റെ സങ്കല്പത്തിനനുസരിച്ചൊന്നും അല്ല ഇവിടെ വിവാഹ ഒരുക്കങ്ങൾ നടക്കുന്നത്. എന്താ നിന്റെ സങ്കല്പം? ജീവിതത്തിൽ ആകെ ഉള്ളൊരു വിവാഹം, അത് വളരെ ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. നല്ല കളർഫുൾ ആയിരിക്കണം, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആഘോഷമായിരിക്കണം. പാട്ടും ഡാൻസും ഒന്നും ഇല്ലാന്ന് നിന്നോട് ആരാ പറഞ്ഞ? അതിന്റെ അനക്കമൊന്നും ഞാനിവിടെ കാണുന്നില്ലല്ലോ. താഴെ എല്ലാം അറേഞ്ച്ഡ് ആണ്. നീ വന്ന മ്യൂസിക്കും ഡാൻസും ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിയലി? സത്യം മോളെ, നീ വന്നേ. അപ്പോ ആരൊക്കെ ഡാൻസ് ചെയ്യുന്നേ? നീ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും ചേർന്ന് ഡാൻസ് ചെയ്യുന്നത്. ഓ, അത് പൊളിച്ചു ആന്റി. അല്ല, എന്റെ പാരാ ഡാൻസ് ചെയ്യുന്നേ? ആരെങ്കിലുമൊക്കെ ഡാൻസ് ചെയ്യും. ഏയ്, അത് ശരിയാവില്ല. എന്റെ ഒപ്പേ വിശാല് തന്നെ ഡാൻസ് ചെയ്യണം. അല്ല ജാസ്മിൻ, അത് എന്റെ കൂടെ വിശാല് ഡാൻസ് ചെയ്തേ മതിയാവൂ. അത് പാർവതി കൂടെയുള്ളപ്പോ അവൻ നിന്റെ കൂടെ ഡാൻസ് ചെയ്യൂ? അവൻ ഡാൻസ് ചെയ്യും, അതിനുള്ള വഴികളൊക്കെ എനിക്കറിയാം. ആന്റി വാ വേഗം. ആന്റി, എന്താ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? ഒന്നുമില്ല, വാ. വിശാൽ സാറിന് എനിക്ക് വാക്ക് തരാൻ പറ്റിയില്ലല്ലോ. അന്നേരം വിശാൽ സാറിന് എൻ്റെ അടുത്തുനിന്ന് പോകേണ്ടി വന്നല്ലോ. എൻ്റെ ഉദയനൂരമ്മ, എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്തായാലും നേരം പൊള്ളുന്നതിന് മുമ്പ് വിശാൽ സാറിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കണം. അല്ലാതെ എനിക്കൊരു മനസ്സമാധാനവും കിട്ടില്ല. വിശാൽ സാറ് ജീവിതത്തിൽ ഒരിക്കലും എന്നെ കൈവിടില്ലെന്നൊരു വാക്ക് മാത്രം തന്നാൽ മതി. പിന്നെ എനിക്ക് ധൈര്യമായി.
ഉറങ്ങിപ്പോയല്ലോ. ഉറങ്ങിയ ആളിനെ വിളിച്ചു നിർത്തുന്നത് ശരിയല്ല. പാർവതി, ഞാൻ വാക്ക് തരാത്തതിൻ്റെ വിഷമത്തിലായിരിക്കുമല്ലേ നീ ഉറങ്ങുന്നത്. നീ വിഷമിക്കണ്ട. ഞാനിപ്പോ നീ ചോദിച്ച വാക്ക് തരാൻ പോവാ. പാർവതി, എൻ്റെ മരണം വരെ ഒരു കാരണത്താലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. നിന്നെ എനിക്ക് എങ്ങനെയാ ഉപേക്ഷിക്കാനാവുക? അത്രമാത്രം നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നീ കൂടെയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിക്കാൻ പോലും എനിക്കാവുന്നില്ല. ഈ ജന്മത്തിൽ വിശാലിന് ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. അത് നീയാ പാർവതി. നമ്മളെ രണ്ടുപേരെയും ഉദയന്നൂരമ്മയാണ് കൂട്ടിച്ചേർത്തത്. ആ അമ്മ നമ്മളെ ഒരിക്കലും വേർപിരിക്കില്ല. ജാസ്മിൻ്റെ അച്ഛനാ. ഹലോ അങ്കിൾ. എന്തായി, പുറപ്പെട്ടോ? ഇല്ല, ഞങ്ങൾ ഇറങ്ങുക. ആ, അങ്കിൾ അവിടെ മണ്ഡപത്തിലെത്തിയോ? ഞാനും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ഗസ്റ്റൊക്കെ എത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. ഞങ്ങൾ ക്ഷണിച്ചവരൊക്കെ ഹോട്ടൽ ക്ലൗഡില്. ആ, അവർ ഉടനെ അവിടെ എത്തും. ആ അതെ, നിങ്ങൾ ഉടനെ വരൂ. നിങ്ങൾ ക്ഷണിച്ചവരെയൊക്കെ സ്വീകരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ വേണ്ടേ? ഇല്ല, ഇനി അധികം താമസിക്കില്ല. ഞങ്ങൾ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും. ഓക്കെ ഓക്കെ. ശരി അങ്കിൾ. ഓക്കെ. നമുക്കേ ഉടനെ പുറപ്പെടണം. അവിടെ ആളുകളൊക്കെ എത്തിത്തുടങ്ങി. ഞങ്ങൾ എപ്പോഴേ റെഡിയായി നിൽക്കാം. ഇനി വരാനുള്ളത് കല്യാണ പെണ്ണും അമ്മയും ബിപിനും പല്ലവിയൊക്കെ അല്ലേ. അവരും കൂടെ വരട്ടെ, എന്നിട്ട് നമുക്ക് പുറപ്പെടാം. എന്താ പാർവതി, നീ എന്താ ഗ്ലൂമി ആയിരിക്കുന്നത്? എന്താ, നിനക്ക് സുഖമില്ലേ? ഒന്നുമില്ല, എനിക്ക് നല്ല തലവേദന. ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്കെന്തോ ഒരു വല്ലായ്മ പോലെ. ഒന്നുമില്ല വിശാൽ സാർ. എന്താ, ഹോസ്പിറ്റലിൽ പോണോ? മെഡിസിൻ എന്തെങ്കിലും എടുക്കണോ? ഒന്നും വേണ്ട. ഹലോ. ജാസ്മിൻ, ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ പ്ലാനിങ്ങിൽ നിന്ന് അണുവിട നമ്മൾ മാറരുത്. അതൊരിക്കലും ഉണ്ടാവില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വാശിയാ ഞാനിന്ന് നിറവേറ്റാൻ പോകുന്നത്. അതുകൊണ്ട് മാനം ഇടിഞ്ഞു വീണാലും ഈ വിവാഹം നടത്താതെ ഞാൻ പിന്മാറില്ല. സൂക്ഷിക്കേണ്ടത് പാർവതിയെ. ഇതുവരെയുള്ള നമ്മുടെ അനുഭവം വെച്ച് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി അവൾ അവസാന നിമിഷം ഏതെങ്കിലും ഒരു ഏടാകൂടായിട്ട് വരും.
ഞാനും വിശാലും തമ്മിലുള്ള കല്യാണം തടയാൻ വേണ്ടി അവൾ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ആന്റി, ഒരു കാര്യം ചെയ്താലോ? എന്താ അത്? ഏതെങ്കിലും ഒരു കൊട്ടേഷൻ ഗ്യാങ്ങിനെ ഏൽപ്പിച്ച് കല്യാണത്തിന് മുമ്പ് അവളെ കിഡ്നാപ്പ് ചെയ്യിപ്പിച്ചാലോ? വേണ്ട വേണ്ട, അത് പിന്നീട് പോലീസ് കേസും അന്വേഷണവും ആകെ കൂടെ പുലിവാലായിട്ട് മാറും. പിന്നെ അവളുടെ ശല്യം എങ്ങനെ ഒഴിവാക്കും? അതിനൊരു മാർഗമുണ്ട്. എന്ത് മാർഗം? പറയാം. എങ്ങനെയുണ്ട് ഐഡിയ? ഓ കൊള്ളാം, അത് മതി. എന്നാ വാ, നമുക്ക് പുറത്തേക്ക് പോവാം. അവരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യല്ലേ? വാ. അല്ലേ ചേച്ചി, വിപിനും പല്ലവിയും കാണുന്നില്ലല്ലോ. ആ. അവര് പുറത്തുണ്ടോ? അവര് റെഡി ആയിക്കൊണ്ടിരിക്കുകയല്ലേ, അവര് വരും. ആ. നീ വാ വാ. നിങ്ങളൊക്കെ റെഡിയായോ? നമുക്കിറങ്ങാം. അല്ല, വിപിനും പല്ലവിയും അവര് വരും. എന്നാ കുറച്ച് പേര് ഈ കാർ കയറ്, ബാക്കിയുള്ളവര് പിന്നാലെ വന്നോളൂ. ഈ കാറിലെ ജാസ്മിനും പാർവതിയും ഗാർഗിയും കയറിക്കോ. വാ. നിക്ക് നിക്ക്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇവിടെ എന്ത് മംഗളകർമ്മങ്ങൾ നടന്നാലും പാർവതി ഗായത്രി ചേച്ചിയുടെ അനുഗ്രഹം വാങ്ങുക പതിവല്ലേ? പാർവതി ഇന്നത് മേടിച്ചോ? അയ്യോ അമ്മ, ഇല്ല. തിരക്കിനിടയിൽ ഞാനതങ്ങ് മറന്നുപോയി. എന്താ പാർവതി ഇത്? അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ മറക്കാൻ പാടുണ്ടോ? സർ, അത് വിശലെ വേണ്ട. പാർവതി കുറ്റപ്പെടുത്തണ്ട. ഇനിയും വൈകിട്ടൊന്നുമില്ലല്ലോ. പാർവതി, നീ പോയി ഗായത്രി ചേച്ചിയുടെ അനുഗ്രഹം മേടിച്ചിട്ട് വരും. അവള് പോയി അനുഗ്രഹം മേടിച്ചിട്ട് വരട്ടെ. ചെല്ലു മോളെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. സർ, ഞാൻ പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വരാം.